എറണാകുളത്ത് കളിക്കുന്നതിനിടെ അടുത്ത വീട്ടിലേക്ക് പന്തെടുക്കാൻ പോയ 5ാം ക്ലാസ്സുകാരന് ക്രൂരമർദ്ദനം. വീട്ടുടമയുടെ മർദ്ദനത്തിൽ പൂണിത്തുറ വളപ്പിക്കടവ് സ്വദേശിയായ 10 വയസ്സുകാരന്റെ ഇടത് കാലിന്റെ എല്ല് രണ്ടിടത്ത് പൊട്ടി. വീട്ടുടമ പൈപ്പ് കൊണ്ട് നവീന്റെ മുതുകിലും കാലിലും അടിക്കുകയായിരുന്നു. കേസെടുക്കാൻ തയ്യാറാകാത്ത പോലീസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമം നടത്തുകയാണെന്ന് കുട്ടിയുടെ ബന്ധുക്കൾ ആരോപിച്ചു. അതിന്റെ അപ്പുറത്തോട്ട് ചാടാൻ പോയപ്പോ പൈപ്പിന്റെ സാധനം വെച്ച് തന്നെ കാലിട്ട് അടിച്ച് വീണപ്പോ കാല് മടങ്ങിയിരുന്നു. അടി കൊണ്ട് പക്ഷെ കാലിന്റെ വേദന കൊണ്ട് കാലില് നവമി ദിനേശ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. നവമി, എപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്? ഈ കുട്ടിയുടെ കാലൊടിഞ്ഞ സാഹചര്യമൊക്കെ നമുക്ക് കാണാം. കുട്ടി മാധ്യമങ്ങളോടൊക്കെ അത് വിശദീകരിക്കുന്നുമുണ്ട്. എന്നിട്ട് എന്തുകൊണ്ടാണ് പോലീസ് ഇടപെടൽ വൈകുന്നത്? രേണുക, ഇന്നലെ വൈകുന്നേരം 5:30 കൂടിയാണ് ഇത്രയും ദാരുണമായൊരു സംഭവം ഉണ്ടായത്. കൂട്ടുകാർക്കൊപ്പം മൈതാനത്ത് നിന്ന് ഫുട്ബോൾ കളിക്കുകയായിരുന്നു നവീനും. ആ സമയത്താണ് സമീപവാസിയായ ബാലന്റെ വീട്ടിലേക്ക് ഈ ഫുട്ബോൾ പോയത്. ഇതെടുക്കാനായി നവീൻ മതിൽ ചാടിക്കടന്ന് ആ വീട്ടിലേക്ക് പോയി. ആ സമയത്താണ് ബാലൻ അവിടെ കിടന്ന ഒരു പൈപ്പ് കൊണ്ട് നവീന്റെ കാലിനും മുതുകിലുമൊക്കെ ക്രൂരമായി മർദ്ദിച്ചത്. ഈ മർദ്ദനത്തിൽ വേഗം നവീൻ ഓടി രക്ഷപ്പെട്ട് വീട്ടിലേക്ക് പോയി വിവരം പറഞ്ഞു. വീട്ടുകാർ നോക്കിയപ്പോഴാണ് കാലിൽ നിന്നും മുതുകിൽ നിന്നുമൊക്കെ രക്തം വരുന്നതായി കണ്ടത്. ഇവർ ഉടൻ തന്നെ അടുത്തുള്ള താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പക്ഷേ ആശുപത്രിയിലെ പരിശോധനയിൽ എക്സ്റേ പരിശോധനയിലാണ് ഇടതേ കാലിൽ തന്നെ 2 പൊട്ടലുണ്ടെന്ന് മനസ്സിലായത്. എല്ലുകൾ തമ്മിൽ വിട്ടുപോയെന്നുമാണ് ആശുപത്രിയിൽ നിന്ന് പറഞ്ഞത്. ഉടൻ തന്നെ നവീനെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. ഇന്ന് തന്നെ ശസ്ത്രക്രിയ വേണ്ടിവരുമെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. എന്തായാലും വളരെ ക്രൂരമായൊരു പ്രവൃത്തിയാണ് ഈ പ്രദേശവാസി സമീപവാസി ചെയ്തത്. എന്തിനാണ് ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തതെന്ന് അവർക്ക് ഇപ്പോഴും അറിയില്ല. അതായത് പോലീസിൽ ഈ സംഭവം നടന്ന ഉടൻ തന്നെ ബന്ധുക്കൾ പരാതി നൽകി. ആ സമയത്ത് പോലീസ് ഈ പ്രദേശവാസിയെ വിളിച്ച് അന്വേഷിക്കുകയും ചെയ്തു. അപ്പോൾ അയാൾ പറയുന്ന ന്യായീകരണം, കുട്ടികൾ നിരന്തരമായി ഇത്തരത്തിൽ അവിടെ നിന്ന് കളിക്കും, തൻ്റെ വീട്ടിലേക്ക് ഈ ബോൾ വന്ന് വീഴും, പലതവണ കുട്ടികളെ വിലക്കിയതായിരുന്നു. നവീന്റെ മാതാപിതാക്കളോടടക്കം ഇത് സൂചിപ്പിക്കുകയും ചെയ്തു. ഇനി ഇത്തരത്തിലൊരു പ്രവൃത്തി ഉണ്ടാകരുതെന്നൊരു വാണിംഗ് കൊടുക്കുകയും ചെയ്തു. ഇതൊന്നും അവർ കൂട്ടാക്കാത്തതിനെ തുടർന്നാണ് മർദ്ദിച്ചതെന്നുള്ളൊരു ന്യായീകരണമാണ് ബാലൻ നൽകുന്നത്. എന്തായാലും ഇത്രയും വലിയൊരു ക്രൂരത ആ 10 വയസ്സുകാരനോട് വേണ്ടായിരുന്നു എന്ന് തന്നെയാണ് പറയാനുള്ളത്. എന്തായാലും മരട് പോലീസ് ഇപ്പോഴും കേസ് എടുത്തിട്ടില്ല. നമ്മൾ അല്പസമയത്തിന് മുൻപ് തന്നെ മരട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചപ്പോൾ അവർ പറയുന്നത് കുട്ടിയുടെ മൊഴിയെടുക്കണം, മൊഴിയെടുത്തതിന് ശേഷം മാത്രമേ കേസെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഉടൻ തന്നെ മൊഴിയെടുക്കാനായി ആശുപത്രിയിലേക്ക് പോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ബന്ധുക്കൾ പറയുന്നത് ഇതുവരെ പോലീസ് സ്റ്റേഷനിൽ നിന്നോ അല്ലെങ്കിൽ ആരും തന്നെ തങ്ങളെ വിളിച്ച് അന്വേഷിച്ചിട്ടില്ല. എന്താണ് ഈ സംഭവം നടന്നതെന്ന് ഇതുവരേക്കും അറിയിച്ചിട്ടില്ല, ചോദിച്ചിട്ടില്ല. പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ വൈകുന്നേരം തന്നെ പരാതി നൽകി. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ബന്ധുക്കളെല്ലാം പോലീസ് സ്റ്റേഷനിൽ പോവുകയും ചെയ്തു. എന്നിട്ട് പോലും പോലീസ് കേസെടുക്കുകയോ അല്ലെങ്കിൽ ഈ ബാലനെ വിളിച്ചു വരുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നൊരു ആരോപണം കൂടി ബന്ധുക്കൾ ഉയർത്തുന്നുണ്ട്. എന്തായാലും ഈ 10 വയസ്സുകാരന്റെ കാലിന് വലിയൊരു ശസ്ത്രക്രിയ ആവശ്യമുണ്ട്. അതിനുവേണ്ടി സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്.